പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 19 വരെയാണ് ശൈത്യകാല സമ്മേളനം. 14 സുപ്രധാന ബില്ലുകൾ സഭയുടെ പരിഗണനയിൽ വരും. സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി രാവിലെ മാധ്യമങ്ങളെ കാണും. എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. എന്തെല്ലാം വിഷയങ്ങളിന്മേലായിരിക്കും ചർച്ച? അതോടൊപ്പം ഏതൊക്കെ സുപ്രധാന ബില്ലുകളാണ് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരിക? രോഹിണി, ആകെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളന കാലയളവിൽ പ്രതിപക്ഷം പ്രധാനമായും ബീഹാർ SIR ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. ഇതിനൊപ്പം തന്നെ ഈ ഡൽഹിയിൽ നടന്ന സ്ഫോടനം ഉയർത്തിക്കാട്ടുകയായിരിക്കും പ്രതിപക്ഷം ശ്രമിക്കുക. സ്വാഭാവികമായും ബീഹാറിൽ ഉണ്ടായ ഏകപക്ഷീയമായ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുവാൻ ഭരണപക്ഷം തയ്യാറായിരിക്കുകയാണ്. അതേസമയം തന്നെ ഭരണപക്ഷത്തെ ഏത് രീതിയിൽ മുട്ടുകുത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ SIR ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒപ്പം തന്നെ ഡൽഹി ബ്ലാസ്റ്റ് വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണപക്ഷത്തെ ഏതു തരത്തിൽ മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു. പ്രധാനമായും BJPക്കും NDA കക്ഷികൾക്കുമെതിരെ ഈ SIR ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഞ്ഞടിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. തുടർന്നാണ് ഇന്നു മുതൽ സഭാ നടപടികളുടെ രാവിലെ 11 മണിക്ക് ആരംഭിക്കുമ്പോൾ തന്നെ ഇത്തരം ബീഹാർ SIR അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ ബീഹാറിൽ ഉണ്ടായ കനത്ത പരാജയത്തെ മറച്ചു പിടിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഒപ്പം തന്നെ ഏതാണ്ട് 15 ദിവസം നടക്കുന്ന ഈ സഭാ സമ്മേളനത്തിൽ 14 ബില്ലുകൾ കൂടി സഭ പരിഗണിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഈ ആണവ മേഖലയിലേക്ക് സ്വകാര്യവൽക്കരണം കൊണ്ടുവരുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ബില്ല്, ഒപ്പം തന്നെ ഇൻഷുറൻസ് മേഖലയിലേക്കും സ്വകാര്യവൽക്കരണം കൊണ്ടുവരാനുള്ള ഒരു ബില്ല്, അങ്ങനെ 14 ബില്ലുകളോളമാണ് ഈ സഭാ കാലയളവിൽ പരിഗണിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഈ ബീഹാർ SIRഉം ഡൽഹി ബ്ലാസ്റ്റുമാണ്. പ്രതിപക്ഷം ഈ ബീഹാർ SIRഉം ഡൽഹി ബ്ലാസ്റ്റും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുമ്പോൾ ഭരണപക്ഷം കൃത്യമായി ബീഹാറിലെ ഏറ്റ കനത്ത പരാജയം അത് മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കനത്ത പരാജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വലിയ പ്രതിരോധമാകും തീർക്കുക. ഇതിനൊപ്പം തന്നെ ബീഹാറിൽ പ്രതിപക്ഷ സഖ്യത്തിനെതിരെ, അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണമൊന്നും ഫലം കാണാത്തതിന്റെ അത്തരം സങ്കുചിതമായ അവസ്ഥ മറച്ചു പിടിക്കുവാൻ വേണ്ടിയാണ് ഈ SIR അടക്കം, അല്ലെങ്കിൽ ഡൽഹി ബ്ലാസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ ഭരണപക്ഷവും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും 11 മണിയോടുകൂടി സഭാ സമ്മേളനം തുടങ്ങും. സ്വാഭാവികമായും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. രോഹിണി. അതെ നന്ദൻ, കഴിഞ്ഞ ദിവസത്തെ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം ചർച്ചാ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. എന്തായാലും എപ്പോഴും നമുക്കറിയാം ഭരണപക്ഷം സർക്കാർ ആരോഗ്യകരമായ ചർച്ചയ്ക്കാണ് ക്ഷണിക്കുന്നത്. പക്ഷേ നിരന്തരം ശൈത്യകാല സമ്മേളനത്തിൽ ഇത്തരം വിഷയങ്ങൾ, പല വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സഭ പ്രക്ഷുബ്ധമാക്കാനുള്ള ഒരു പതിവ് ശൈലിയാണ് പ്രതിപക്ഷം തുടരുന്നത്. അത് ഇത്തവണയും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം അവർക്ക് ഉയർത്തിക്കാട്ടേണ്ടുന്നതായിട്ടുള്ള ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, ദില്ലി സ്ഫോടനം, അതുമായി ബന്ധപ്പെട്ട ലേബർ കോഡ്, ഇതുമായി ബന്ധപ്പെട്ട ഒക്കെ കാര്യങ്ങളിലേക്ക് കടക്കും. അതുമാത്രമല്ല ആരോഗ്യകരമായ ഒരു ചർച്ചയ്ക്ക് അവർ പലപ്പോഴും വിമുഖത കാണിക്കുന്നത് ഇത്തരത്തിൽ സഭ പ്രക്ഷുബ്ധമാക്കുന്നതിന് വേണ്ടിയാണ്. എന്തായാലും അത്തരം സഭയുടെ പ്രവർത്തനങ്ങളെയൊക്കെ പ്രതിപക്ഷം ഈ രീതിയിലാണ് കാണുന്നത് എങ്കിൽ നമുക്കറിയാം പല വിഷയങ്ങളിന്മേലും ചർച്ച പൂർത്തീകരിക്കാൻ കഴിയാത്ത, ചർച്ച നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൂടി നീങ്ങില്ലേ? ബില്ലുകൾ അവതരിപ്പിക്കുന്നതിൽ ഇത് ഏതെങ്കിലും രീതിയിൽ തടസ്സമാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? രോഹിണി, കഴിഞ്ഞ സമ്മേളന കാലയളവിൽ തന്നെ പരിശോധിച്ചാൽ അറിയാം, കഴിഞ്ഞ സമ്മേളന കാലയളവിലൊക്കെ തന്നെ ഈ SIR വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം അത് വലിയ പാപമാണ്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അഴിമതിക്ക് വഴിവെക്കും, വലിയ രീതിയിൽ യഥാർത്ഥ വോട്ടർമാരെ ഇല്ലാതാക്കുന്നു തുടങ്ങിയ വാദമുഖങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം ഇരുസഭകളും, രാജ്യസഭയാണേലും ലോക്സഭയാണേലും സ്തംഭിപ്പിക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്. നടുക്കളത്തിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ സഭാ നടപടികൾ ആരംഭിച്ചാൽ തന്നെ ഈ ബീഹാറിൽ SIR നടപടികൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ക്രിയാത്മകമായ ചർച്ചയിലേക്കൊന്നും കടക്കാതെ പൂർണ്ണമായും ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. സമാനമായ ഒരു അവസ്ഥ തന്നെയാകും ഈ ഒരു 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ശൈത്യകാല സമ്മേളനത്തിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ബീഹാറിലുണ്ടായ കനത്ത പരാജയം, അതേപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലുണ്ടായ വിള്ളലുകൾ, ഇന്ത്യ സഖ്യത്തിലുണ്ടായ തമ്മിലടികൾ, ഇതെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ ഭരണപക്ഷം സഭയ്ക്കുള്ളിൽ ഉയർത്തിക്കാട്ടുമെന്നുള്ള ബോധ്യം പ്രതിപക്ഷം
പ്രതിപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് ഏത് വിധേനയും ഈ നാണക്കേട് മറച്ചേ പറ്റൂ. ബീഹാറിലുണ്ടായ കനത്ത പരാജയം, അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും SIR-ന്മേൽ, അതായത് വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണമാണ് ഈ തോൽവിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അടക്കമുള്ള അധപ്പതത്തിന് കാരണമെന്നുള്ളത് അത്തരം ചില വീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം ചില നീക്കങ്ങളായിരിക്കും ഈ പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ നടത്തുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനൊപ്പം തന്നെ ഭരണപക്ഷത്തെ അടിക്കുവാനുള്ള വടി എന്ന നിലയിൽ തന്നെ ഈ ഡൽഹിയിലെ ചെങ്കോട്ട സ്ഫോടനം സ്വാഭാവികമായും പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ ഉയർത്തിക്കാട്ടും. ചെങ്കോട്ട സ്ഫോടനം രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ വീഴ്ചയാണ്, അതേപോലെ തന്നെ സർക്കാർ ഇതിന്മേൽ കാര്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നില്ല തുടങ്ങിയ വാദമുഖങ്ങൾ ഇതിനോടകം തന്നെ കോൺഗ്രസ് സഭയ്ക്ക് പുറത്തുയർത്തി കഴിഞ്ഞു. ഇതേ വാദമുഖങ്ങൾ തന്നെ സഭയ്ക്കുള്ളിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുവാൻ, പ്രതിസന്ധിയിലാക്കുവാനുള്ള ശ്രമങ്ങളാകും സ്വാഭാവികമായും ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. അതേസമയം ഇതിന്മേൽ, അതായത് ഈ അൽഫലാഖ് മൊഡ്യൂൾ എന്ന വലിയ മൊഡ്യൂള് രാജ്യത്ത് മുഴുവൻ സ്ഫോടന പരമ്പരകൾ നടത്തുവാൻ വേണ്ടി നിശ്ചയിച്ചതായിരുന്നു. എന്നാൽ കൃത്യമായ ഇടപെടൽ യഥാസമയത്തുണ്ടായതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ സ്ഫോടന പരമ്പരകൾ ഉണ്ടാകാതിരുന്നതും ചെറിയൊരു സ്ഫോടനത്തിൽ മാത്രം കലാശിച്ചതും തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ തന്നെ സർക്കാർ സഭയ്ക്ക് പുറത്ത് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം പ്രതിപക്ഷത്തിന് മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. അത് സഭയ്ക്കുള്ളിൽ ഇന്നും ആവർത്തിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്.